കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ തട്ടിപ്പിൽ ജനകീയ വിചാരണ നടത്താനൊരുങ്ങി മുജാഹിദീൻ സംഘടന ISM. മുടിയുടെ പേരിൽ കാന്തപുരം നടത്തുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പാണെന്നും ഈ തട്ടിപ്പിലൂടെയാണ് നോളജ് സിറ്റി ഉണ്ടാക്കിയതെന്നും തുടങ്ങി കാന്തപുരത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ISM നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ തട്ടിപ്പിൽ ജനകീയ വിചാരണ നടത്താനൊരുങ്ങുകയാണല്ലോ മുജാഹിദീൻ സംഘടന. എന്തായാലും ഈ തിരുകേശ തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പല സാമ്പത്തിക നേട്ടങ്ങളും കാന്തപുരം നേടിയത് എന്നാണോ ഇപ്പോൾ ഉയരുന്ന വിമർശനം? തീർച്ചയായും രോഹിണി, അത്തരത്തിൽ തന്നെയാണ്. കാരണം തിരുകേശ വിവാദത്തിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ് കാന്തപുരം വിഭാഗം നേടി എന്ന് തന്നെയാണ് മറ്റ് ഇതര മുസ്ലിം സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുകേശ വിവാദത്തിനെതിരെ അല്ലെങ്കിൽ തിരുകേശ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇതര മുസ്ലിം സംഘടനകൾ. മുജാഹിദ് സംഘടനകളാണ് പ്രധാനമായും ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 9-ാം തീയതി മുതൽ ISM ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ, മലബാർ ജില്ലകളിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് കാന്തപുരം പ്രചരിപ്പിക്കുന്നത് തെറ്റായ സന്ദേശമാണ്, മാത്രമല്ല അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് കാന്തപുരം ചെയ്യുന്നത് എന്നാണ് പ്രധാനമായും പറയുന്നത്. ഡോക്ടർ അൻവർ സാദത്ത്, അതോടൊപ്പം തന്നെ CP ഉമ്മർ സുലമി തുടങ്ങിയ നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ അടുത്ത കാലത്താണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ തിരുകേശം 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഉപയോഗിച്ച്, ഈ ഒരു കാര്യം വീണ്ടും ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തികം സ്വരൂപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാന്തപുരം സുന്നി വിഭാഗം നടത്തുന്നത്. നേരത്തെ നോളജ് സിറ്റി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരുന്നു. ഇത് ഇത്തരത്തിൽ ഈ തിരുകേശം പറഞ്ഞുകൊണ്ട് ആളുകളെ പറഞ്ഞ് കബളിപ്പിച്ച്, സാധാരണ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് അതുവഴി സാമ്പത്തികം സ്വരൂപിച്ച് ആണ് നോളജ് സിറ്റി ഉണ്ടാക്കിയത്. ഇപ്പോൾ വലിയ രീതിയിൽ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ ഒരു നോളജ് സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പൂർണ്ണമായും ഈ തിരുകേശം പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും അതുവഴിയാണ് സാമ്പത്തികമായി സ്വരൂപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുകയാണ് കാന്തപുരം ചെയ്യുന്നത് എന്നാണ് മുജാഹിദ് സംഘടനകളും അതോടൊപ്പം തന്നെ സുന്നിയിലെ ചില സംഘടനകളും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരം 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും മറ്റൊരു തട്ടിപ്പിനുള്ള ആക്കം കൂട്ടലാണ്, അല്ലെങ്കിൽ മറ്റൊരു തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാന്തപുരം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും വലിയ രീതിയിൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ അടക്കം പ്രതിഷേധ പരിപാടികളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കാനും ISM അടക്കമുള്ള മുജാഹിദ് സംഘടനകൾ ശ്രമിക്കുന്നതും രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.